എടാ ചൂണ്ട ഏതാടാ ഈ പെണ്ണ? എവിടുന്ന് കിട്ടിയടാ ഈ പെണ്ണിനെ? എന്റെ കെട്ടിയോളാ? തുടങ്ങി കാലത്തെ നീ ഇതെവിടെ പോയി കിടക്കുവാ? എന്താ ചിന്നമ്മേ, എന്തിനാ ഇങ്ങനെ തൊള്ള തുറക്കണേ? ഓ എണീറ്റോ രാജകുമാരി? ഇത് നിന്റെ അച്ഛനും കൊണ്ട് കൊടുത്തേ. ചിന്നമ്മയ്ക്ക് കൊടുത്താലെന്താ? നീ ആ തന്തയുടെ മോള് തന്നെ. ഇങ്ങോട്ട് എഴുന്നേക്ക്, ഇങ്ങോട്ട് എഴുന്നേക്കാൻ. കിടപ്പ് കാണുമ്പോൾ എനിക്ക് ഞാൻ എന്തൂട്ട് കാട്ടണമെന്നാ ചിന്നമ്മോ നീ പറയണേ? ഒരു മണി അരിയില്ല, ഇന്നെങ്കിലും വല ഇറക്കിയില്ലെങ്കിൽ ആ ചൂണ്ട വരട്ടെ. ഓ
എന്ത് പറഞ്ഞാലും നിങ്ങൾ കൊണ്ടൊരു ചൂണ്ട. ദേ അന്തവും കുന്തവും ഇല്ലാത്ത അവനെ കണ്ടിട്ട് നിങ്ങൾ ജീവിക്കാൻ പോണേ? നന്ദി കേടി പറയലേടി ചിന്നമ്മോ. ഇത്രയും കാലം നമ്മൾ പണിയെടുത്തിട്ടാ ജീവിച്ചേ അല്ലല്ലോ. പണ്ടൊരു മഴക്കാലത്ത് ചന്തത്തിന്നേലി പനിച്ചു വിറച്ച് കിടന്ന ഒരു കരുമാടിച്ചക്കൻ, ഒരു മിണ്ടാപ്രാണി. അവനെ കൂടെ കൊണ്ടുവന്ന് വളർത്തിയത് ഞാനാ. അവനത് മറക്കൂല. അവനിങ്ങ് വരും. തീർന്നില്ല ചിന്നമ്മയുടെ ആവലാതി? നേരം വെളുത്തപ്പോ തുടങ്ങിയതാണല്ലോ. അതേടി, എന്റെ ഈ ആവലാതി തീർന്നെങ്കിലേ എന്നെ അങ്ങ് മേപ്പോട്ട് എടുക്കണം. നിന്റെ ഉണക്ക തന്തയുടെയും കൂടെ മല കയറി വന്ന് അന്ന് തുടങ്ങിയതാടി എന്റെ ഈ പങ്കപ്പാട്. ആര് പറഞ്ഞു കൂടെ പോരാൻ? ഇവിടെ അവസാനം എനിക്ക് ഇതേ കിട്ടത്തുള്ളെന്നറിയാം. എന്റെ കൂടെ പറപ്പിന്റെ കുഞ്ഞിനെ കൊണ്ട് ഈ മനുഷ്യൻ കാട്ടിൽ കിടന്ന് പെടാപ്പാട് പെടുന്ന കണ്ടപ്പോ നിന്നെ ഓർത്തിറങ്ങി പോന്നവളാടി ഞാൻ. എനിക്കിത് വേണം. ഒന്നും മിണ്ടാതിരിക്കണ്ടേ ചിന്നമ്മോ. എന്റെ അമ്മ. ഒന്ന് പോടി ഇവിടുന്ന്. അവൻ വന്നടി. തോട്ടാവട്ടം ഒച്ച കേട്ടില്ലേ ചിന്നമ്മോ? വലയെടുത്തോ? ഇത് അവനാ എന്റെ ചൂണ്ട. നല്ല കോളാണല്ലോടാ. എടാ നിന്നോട് ഇവിടെ തോട്ടയെടുത്തല്ലേ സാറുമാർ പറഞ്ഞിരിക്കുന്നത്. വർഗീസ് സാറാണ്, സ്ഥലത്തുമില്ല. ഓ, ഈ മനുഷ്യൻ ദേ, ഒരുപാട് മീനുണ്ടെന്നാ പറയുന്നത്. ചാട് മനുഷ്യ. ഞാനും ഇറങ്ങൂല. ഈ ചേമ്പ് നട്ടതുപോലെ ഇങ്ങനെ ഇരിക്കാതെ ഇറങ്ങും മനുഷ്യ. ഞാൻ ഇറങ്ങിയില്ല. ഞാനിപ്പോ ഇറങ്ങും. അയ്യോ അത് വേണ്ട, നീ ഇവിടെ മുങ്ങിയ കടലിലെ പോകൂ. ഒന്ന് പോടാ. വന്നോളൂ. നല്ല ഉயிருള്ള മീനാണ്, പെടക്കുന്ന മീനാണ്. വന്നോളൂ. അല്ല ഉயிருള്ള മീനാ. വന്നോളൂ. വാ. ഇങ്ങോട്ട് വാ. ആ, ദാ, നല്ല പെടക്കണ മീനാ, നല്ല മീൻ. കാശെടുക്കണം മാറി. ഇനി ആരാണ് അണ്ണനോട് പിടിക്കാൻ? മീനാണ്, പുഴമീനാണ്. വന്നോളൂ. ഇനി ആരെങ്കിലും അണ്ണനോട് പിടിക്കാൻ ചങ്കൂറ്റവും കൈക്കരുത്തോളവും മാത്രം വന്നാ മതി. ആരാണ് അണ്ണനോട് പിടിക്കാൻ? പറഞ്ഞ കാശ് പോരെങ്കിൽ കടവരെ എഴുതി തരും. വരാലൊന്നുമില്ലേ? അയ്യോ, അറിഞ്ഞില്ലായിരുന്നോ? വരാലും കുടുംബം കൂടെ ഒരു കല്യാണത്തിന് പോയിരിക്കുവാ. നിനക്ക് വേണമെങ്കിൽ ഇത് മേടിക്ക്. ഇതെന്താ വില? വില പറഞ്ഞാ നീയൊക്കെ വാങ്ങുവോ? വില ചോദിച്ച് കളിയാക്കാൻ ഇറങ്ങിയതാ. മെനക്കെടുത്താതെ എഴുന്നിട്ട് പോകാൻ നോക്ക്. കണ്ട ഉണക്കമീനൊക്കെ കൂട്ടിയാ വയറ് പുണ്ണാകുമ്പോഴേ നീയൊക്കെ പഠിക്കൂ. ചെല്ല് പുഴമീൻ ഇപ്പൊ വാങ്ങണ്ട. വെച്ചോണ്ടിരുന്നോ? നിന്റെ ഈ ഉണക്കത്തന്ത എവിടെ പോയി കിടക്കുവാടി? ഇന്ന് കള്ളും കുടിച്ച് മൂക്കും കുത്തി ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. പെടക്കണ മീനാ. നാർത്തരം പറയണോടാ. ആലപ്പുഴയിൽ നിന്നും ചാവക്കാടെന്നും ഉണക്കമീൻ ഇവിടെ ഇറക്കുന്നത് ഈ രഘുവാ. വയറ്റിലുണ്ടാവണെങ്കിലേ ഞാൻ തന്നെ വിചാരിക്കണം. കുടുംബത്തോട്ട് വരട്ടെ. ഇവളോടെ എനിക്ക് ഇപ്പോഴും ഒരു പൂതിയുണ്ട്. അത്ര വലിയ പൂതിയാണെങ്കിലേ നിന്റെ കുടുംബത്തോട്ടില്ലടാ നാറി. അവിടെ ഉണ്ടല്ലോ ഈ പ്രായത്തിലുള്ള 3-4 എണ്ണം. കെട്ടിച്ചതും കെട്ടിക്കാത്തതും ഒളിച്ചോടി പോയതും പിന്നെ വയറ്റിലുണ്ടാക്കി തിരിച്ചു വന്നതും. ഇവളുടെ ഈ പിഴച്ചുനാവ് ഞാൻ ചവിട്ടി പറിച്ചെടുക്കും. എടി പന്ന കഴിവേറി, നിന്റെ ഈ മോളെ എന്റേതാ, എനിക്കുള്ളതാ. വേറൊരുത്തന്റെ കൂടെ പൊറുക്കാൻ ഞാൻ സമ്മതിക്കൂല. ചവിട്ടി കൊല്ലട ചൂണ്ടിയാ നാറീനെ. നിന്നെ തല്ലു കൊള്ളാണ്ട് അടിക്കടാ അവനെ. ഓടിക്കടാ നീ. ഇവിടെ ഈ രഘു കൊതിച്ചാണെങ്കിൽ ഇവിടെ ഞാൻ എന്റെ നെഞ്ചത്ത് കിടത്തോടാ. നീ കണ്ടോ? ഈ പൊട്ടനൊക്കെ കൊണ്ട് ആരും നെളിയണ്ട.
എണ്ണി കൂട്ടിക്കോ. ഈ ഗ്രാമോത്സവം കഴിയാൻ ബാക്കിയുണ്ടാവില്ല ഇവൻ. രഘുവാ പറയുന്നേ. ഇത് എന്തുകൂടി ആടാ പോത്തെ. അതെ രാമപ്പ, ഇവനോടൊന്ന് കരുതിയിരിക്കാൻ പറ. രഘുമഹ വെടക്ക, അവൻ പുറകീന്നേ കുത്തു. ഇതുപോലെ എത്ര ഗ്രാമോത്സവവും ചന്തയും കണ്ടതാ വാസുവേ. കബഡി കളിയിലായാലും തല്ലിപ്പൊളിയിലായാലും ആ നാറി എന്റെ ചെക്കനോട് ജയിച്ചിട്ടുണ്ടോ വാസുവേ? തൂറി നാറി മെഴുകൂ. ഗമ കാണിച്ചത് എന്റെ അടുത്ത് ഒച്ച വെച്ചോണ്ടല്ലോ ഒരു ഒറ്റ വീട്ടിൽ ഞാൻ വെച്ച് തരും. സാർ നാട്ടിൽ പോയിട്ട് ഇന്നാണ് വന്നല്ലേ? എന്തുകൊണ്ട് വിശേഷം? അതിന്റെ കുപ്പിയായിരിക്കുന്നത്. വിശേഷമുണ്ട് എന്റെ പെണ്ണുപിള്ളക്ക്. എന്ത് പണിയാ സാറേ, മൂത്ത കൊച്ചിന്റെ മുല കൂടി മാറിയിട്ടില്ലല്ലോ. ട്രാൻസ്ഫർ ആയി കാട്ടി വന്നേ പിന്നെ വല്ലപ്പോഴും അല്ലേ കുടുംബത്തിൽ ചെല്ലുന്നത്. ന്യായവും പറഞ്ഞ് കുരിശും വരച്ചോണ്ട് കിടന്നാ ഉറക്കം വരുവോ? ഏത് അപ്പൊ ഞങ്ങ പോറോം. നേരം ഒരുപാടാച്ച്. നാളേക്ക് പാക്കലാം ചിന്നമ്മോ. ആഹാ, കുപ്പി മുഴുവനും തീർത്തോ? എന്ത് പണിയാ സാറാ കാണിച്ചേ? ദേ ചൂണ്ടയിരിക്കുന്ന കണ്ടില്ലേ? ബാക്കി വല്ല ഉണ്ടാവോ? വണ്ട് തേൻ കുടിക്കുന്ന പോലല്ലേ കൂടി. അല്ല എടാ ചൂണ്ടേ, ഇന്ന് കാലത്ത് നിന്റെ ഒപ്പം കണ്ട പെണ്ണേതടാ? പെണ്ണോ? അതേതാടാ? അപ്പൊ നിങ്ങളാരും അറിഞ്ഞില്ലേ? ഉള്ളതാ, ഞാൻ കണ്ടതാ. ചോദിച്ചു നോക്കാം അവനോട്. ഉള്ളതാണോടാ? അതാരാ അപ്പൊ അങ്ങനെ ഒരു പെണ്ണ്? താമര. നല്ല പേരാ. പേര് പോലെ തന്നെ താമര പൂവാ. ഇനി താമരേച്ചി എനിക്കൊരു കൂട്ടാവുമല്ലോ. ഒന്ന് നിർത്തടാ, ചെവിതല കേൾപ്പിക്കത്തില്ല പോത്ത്. വെച്ച് തരേണ്ടത് ഇന്നലെ മുഴുവൻ ഈ പെങ്കൊച്ചിനെ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നില്ലടാ നീ. എന്ത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കും അവിടെ. എടാ ചൂണ്ടേ, എന്തൊരു പെണ്ണാടാ അത്? എവിടെ ചാടിച്ചു നീ ഇതിനെ? എന്താ പറയുക? എന്താ നാളെ ഇതുവരെ ഒന്നിനോടും ഇഷ്ടം തോന്നാത്തവനാ. ഈ കാണുന്നതും കാട്ടണതുമായ വിവരക്കേടുള്ളൂ. ഈ കാട്ടിൽ വളർന്നതല്ലേ. നിന്നെ ഞങ്ങൾക്കൊക്കെ ശരിക്കും അങ്ങ് ബോധിച്ചു. ഇനി ഇങ്ങനെ കഴിഞ്ഞാൽ പോരാ. ഞങ്ങളിതങ്ങോട്ട് ഉറപ്പിക്കുക. ചോദിക്കാനും പറയാനൊക്കെ ഇവന് ഞങ്ങളേ ഉള്ളൂ. എൻ്റെ മോനാ. ഇവനെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക. നാളെ നിങ്ങളുടെ കല്യാണം. ആ കോഴിയടി കോഴിയടി. അങ്ങോട്ട് കൊടുക്ക. കാലിയെടുക്കും. കാലിയെടുത്ത് കേട്ടെ. അന്തിക്ക് മാനത്തെ മോന്തായ കൂട്ടിയില് നാണിച്ച് നിക്കണ പെണ്ണേതാ? നാണിച്ച് നിക്കണ പെണ്ണേതാ? അന്തിക്ക് മാനത്തെ മോന്തായ കൂട്ടിയില് നാണിച്ച് നിക്കണ പെണ്ണേതാ? തന്തിനത്താനാരേ തന്തിനത്താനാരേ. മൂക്കുത്തിൻ കമ്മലും പാദസരമിട്ട ചെഞ്ചായത്തുണ്ടുള്ള പെണ്ണേതാ? തന്തിനത്താനാരേ തന്തിനത്താനാരേ. മുല്ലപ്പൂ മാലയും പൊന്നിട്ടാരഞ്ഞാണോ ചന്തത്തിൽ ചാർത്തിയ പെണ്ണേതാ? പെണ്ണേതാ? മിന്നൊന്നോ കെട്ടിയ ചെക്കനെ കാത്തിന്ന് പായ വീരിച്ചിട്ട പെണ്ണേതാ? അയ്യോ, പായ വീരിച്ചിട്ട
തിത്തമ്മി തീർന്നോ തീർന്നോ തയ്യാറോ മതിയുടെ ചൂണ്ടേ, ഈ മുതലിനെ ഒന്ന് വഞ്ചിയിലോട്ട് എടുത്ത് വെച്ചതാ. തീർന്നോ പാതിരിയായി, അതുങ്ങൾ വല്ലയിടത്തും കിടന്ന് ഉറങ്ങട്ടെ. തയ്യാറേ നടക്കങ്ങോട്ട് മനുഷ്യ. ചേച്ചി ചേച്ചി ഇനിയും പേടിക്കാണോ? ഇനി ആരും ചേച്ചിയെ തേടി നാട്ടിന്ന് വരാൻ പോണില്ല. വരുമെങ്കിൽ പണ്ടേ വന്നേനെ. അവര് വരും. കൂട്ടത്തിലൊരുത്തനെ കുത്തി കയറിട്ടാ ഒന്നാ. ചൂണ്ട കൂടെ ഉള്ളപ്പോ ചേച്ചി ആരെയും പേടിക്കണ്ട. ചൂണ്ട, അതാണോ അയാളുടെ ശരിക്കുള്ള പേര്? ആവും. മൂപ്പരെ എല്ലാരും അങ്ങനെയാ വിളിക്കണേ. മീൻ പിടിക്കാൻ പോണതുകൊണ്ടാവും. എടി മുത്തേ, നീ വാടി. ദേ വരുന്നു. ചേച്ചി, സത്യത്തിൽ ചേച്ചിക്ക് കല്യാണത്തിന് ഇഷ്ടം ഉണ്ടായിരുന്നില്ലേ? ചേച്ചി, ഓ ദേ വരുന്നു. ഞാൻ പോട്ടെ. നീ എവിടെ പോയി കിടക്കുവായിരുന്നടി? ഇപ്പൊ ഓടി വീട്ടിലേക്ക് എന്നിട്ട് എന്തെടുക്കാനാ? ഒന്ന് തന്നാലുണ്ടല്ലോ. അവിടെ ഇരിക്കടി. പിടിച്ചിരി മനുഷ്യ, ഞാൻ തുഴഞ്ഞോളാം. നീ കൊഴയണ്ട, ഞാൻ കൊഴഞ്ഞോളാം. എന്തായി കാട്ടുന്നത്? വരൂ. ആസ്വദിക്കുന്നത് കൊള്ളാം. വലിച്ച് ചങ്കി കയറണ്ടാട്ടോടെ രഘു. ചൂണ്ടയുടെ പെണ്ണാവള് അവൻ നിന്റെ ചങ്ക് കലക്കും. ചൂണ്ടേന്ന് ചാടിച്ച മീനും കൂട്ടി കുറെ ചോറിട്ടിട്ടുള്ളതായി രഘു. ഞാൻ ആ മുത്തിനെ കുറിച്ചതിന്റെ പേരില് ആ പൊട്ടന്റെ മുമ്പില് തോൽക്കാൻ തുടങ്ങിട്ട് നാള് കുറേ. ഇവള് കൊള്ളാം സാറേ. ആ നാറിയുടെ കയ്യില് ഒതുങ്ങിക്കിടക്കണ ഇനമല്ല. സാർ കണ്ടോ, ചൂണ്ടേന്ന് ചാടിയില്ലെങ്കിൽ ചാടിക്കും രഘു. ഇത് ചൂണ്ടല്ല, വലയാ, വടക്ക് വല.
ചൂണ്ടേ വലിയ ക്യാമറയാണല്ലോടാ. എന്ത് പറയണു നിന്റെ പെണ്ണുപിള്ള? ചൂണ്ടേ എന്താടി ഭാഗ്യരേഖയിലൊരു വിള്ളലി പോയാ അവിടെ ഇട്ട് നോക്കി. എടാ ചൂണ്ടേ ഭാവി നോക്കിട്ട് പോടാ. ഞാൻ നോക്കിയതാ, എനിക്ക് തൃപ്തിയായി. ഉള്ളത് കൂടി പോവാന്. வாமா உட்காருங்க உட்காருங்க உட்காருங்க. உங்களுக்கு என்ன அறிய வேண்டியது? എന്താ? എടി കാക്കാത്ത് നിനക്ക് മനസ്സിലായില്ലേ? ഇവന് ഇവക്ക് ഉണ്ടാകുന്ന കുഞ്ഞ് സംസാരിക്കും. அப்படியா? അതിനെന്തിനാണ് തത്ത? അതല്ലാതെ ഞാൻ പറയാം. നിനക്കുണ്ടാകുന്ന കുഞ്ഞ് നിന്നെ പോലെ വിവരമില്ലാത്ത കുളിക്കാത്ത പൊട്ടനായിരിക്കും. അയ്യോ വേണ്ട എന്താ കാര്യം? എടാ എന്താണ്? താമര പണിയിൽ പോണു. ചെല്ലടാ അങ്ങോട്ട്. ഞാനില്ല. കെട്ടിയൊരുങ്ങി നാട്ടുകാരെ കാണിക്കാൻ വിളിക്കണ്ട എന്നെ. തല്ലും ബഹളും. മനുഷ്യരെ പോലെ ജീവിക്കാൻ അറിയില്ലല്ലോ. ഒന്നും വേണ്ട, വൃത്തിയായിട്ടൊന്ന് നടന്നാ മതിയായിരുന്നു. ചൂണ്ടയുടെ പെണ്ണെന്ന് പറഞ്ഞ് നാട്ടുകാർ നോക്കുമ്പോ ഒഴിവരിക്കുന്ന പോലെ എനിക്ക്. എന്തിനാ നിങ്ങൾ എന്നെ കൊണ്ടുവന്നത്? എന്തിനാന്ന്? പൂരം ഇങ്ങോട്ട് 10 ദിവസം ഗ്രാമോത്സവം കഴിയുന്നവരെ ഞാനും എന്റെ ചൂണ്ടയും ഈ ചന്ത തകർത്ത് തരിപ്പണമാക്കും. കുഞ്ഞാപ്പോ 2 കുത്ത് മൂത്തത് കൂടി ഞാൻ എടുത്തോടാ. അതെ രാമപ്പാ, കടം പറയല്ലേട്ടോ. 4 പുറനാട്ടുകാരെ കച്ചവടം നടക്കണ സമയാ. കള്ള് തീരാറായി. ഇന്ന് വരെ രാമപ്പൻ കടം പറഞ്ഞിട്ടുണ്ടോടാ? അങ്ങനെ എടാ ചൂണ്ടേ, കള്ളും കുടിച്ച് അന്തം വിട്ട് നിൽക്കരുട്ടോ. കബഡികൾ ഉഷാറാക്കണം. നീ ഒന്ന് കരുതിയിരുന്നോട്ടോ. എന്തോ കെണി ഒരുക്കുന്നുണ്ടാ കരടി. കബഡിക്കാർക്കൊപ്പം നിന്നെ വീഴ്ത്താനുള്ള ഗുണ്ടുകളെ ഇറക്കണമെന്നാ കേട്ട്. ഗ്ലാമറേച്ചി ഇതൊക്കെ ആദ്യമായിട്ട് കാണുമല്ലേ? ഇനിയുള്ള 10 ദിവസം ഞങ്ങൾ ഈ കരക്കാർക്ക് ശരിക്കും ഉത്സവാ. എടി മുത്തേ, പുറം നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നതാ. ഒരുത്തരം നോക്കി വെച്ചോടി. കബഡി ടീം രഘുവണ്ണന്റെ കബഡി ടീം രഘുവണ്ണന്റെ കബഡി ടീം എന്റെ സമാനെ കാത്തുകൊള്ളണേ. അതേത് പുണ്യാളനാ? പുണ്യവാളനൊന്നുമല്ല, അത് ഞാൻ തന്നെയാ. എനിക്ക് എന്നെ അല്ലാതെ വേറെ ആരും വിശ്വാസമില്ല. സമാനെ കുട്ടികളെ സ്ഥലമെത്തി, ഇറങ്ങിക്കോളൂ. ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കോളൂ. എവിടെ എന്റെ പുലിക്കുട്ടി സജിക്കുട്ടൻ? തമാൾ
കുട്ടികളെ ഇതാണ് നമ്മുടെ മേച്ചിൽപ്പുറം. എല്ലാവർക്കും തീറ്റ ഷാപ്പിലാ ഏർപ്പാടാക്കിയിരിക്കുന്നത്. എവിടെ രഘു? അണ്ണൻ കളി തുടങ്ങുമ്പോഴേക്കും എത്തിയാ കൊള്ളാം. അല്ലെങ്കിൽ കളിയും കഴിഞ്ഞ് ട്രോഫി ആയിട്ട് ഞാനും എന്റെ പിള്ളേരും ഒന്ന് പോകും. എന്താണ് നോക്കി നീ കണ്ണു വെക്കണത്? ബാക്കി കളത്തി കാണാം. ചെല്ല്. എടാ ഒന്ന് ചെല്ലടാ ഒന്ന്. ശല്യങ്ങള്. നീ ആളൊരു ഗഡിയാണല്ലോടാ. ആശാൻ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. എന്നെയോ? കഷ്ടം. ഞാനാണ് സെബാൻ, ഈ കുട്ടികളുടെ കോച്ച്. ഇതെന്റെ സ്വന്തം ശിഷ്യൻ സജിക്കുട്ടൻ. പേരിനൊരു വെയിറ്റ് ഒന്നേ ഉള്ളൂ, പക്ഷെ കളത്തിലിറങ്ങിയ പുലിയാ പുലി. കുട്ടികളെ, നിങ്ങൾ എനിക്കൊപ്പം നേരെ ഷാപ്പിലേക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം മറക്കരുത്, തീറ്റ മത്സരത്തിനല്ല നമ്മൾ ഇവിടെ തിരിക്കുന്നത്, കബഡി മത്സരത്തിനാണ്. ഓക്കെ, ചെന്നോളൂ ഷാപ്പിലേക്ക് ചെന്നോളൂ. നാട്ടുകാർ ചെല്ലണ്ട, കളിക്കാർ നന്നായിട്ട് വീഴുക. നേരെ ഷാപ്പിലേക്ക് ചെന്നോളൂ. ഇന്ന് മുതൽ ഇതെന്റെയാ. ആശാൻ വരുന്നില്ലേ? ഇല്ല, ഞാനും സജിക്കുട്ടനും ഇവിടുത്തെ കാലാവസ്ഥ ഒന്ന് പഠിക്കണേ. സജി, ഇവിടുത്തെ കാലാവസ്ഥ കൊള്ളാവല്ലോടാ. അമ്മ ബീസുകള്. കളിക്ക് വന്നതല്ലേ? കളിക്കാനും കളി പഠിപ്പിക്കാനും. കുടിക്കാൻ മോരോ സർവത്തോ? മോരൊരു സർവത്തായിക്കോട്ടെ. എന്തെങ്കിലും എടുക്കണം. ഓ, അപ്പൊ ക്യാപ്റ്റൻ അല്ലേ? അല്ല, മേജറാ. ആ ഷാപ്പിലെ കള്ളൊക്കെ തീർന്നോ? നിന്ന് പ്രാന്ത് പിടിച്ചു. അച്ഛൻ എന്തേ? എടാ, ദാ നിൽക്കുന്നത് രഘുവിന്റെ ടീമാ, നിന്നെ വീഴ്ത്താൻ വന്നവര്. ആരാടാ ഇവിടെ ഒരു ചൂണ്ട? അത് ചോദിച്ചത് കേട്ടില്ലടോ, ഏതവനായി ചൂണ്ടാന്ന്? ഇവനാണ് ഞാൻ പറഞ്ഞ ചൂണ്ട.
അവർ കാണിക്കുന്ന കണ്ടില്ലേ? പറയുന്നത് കേട്ട് നമ്മൾ ഇതിൽ ഇടപെടണ്ട. അയ്യ, ചിരിക്കാതെ വലിച്ചു കയറ്റ്, അല്ലേ തന്നെ നാറ് നശിച്ചവരെ ജന്മം. എന്റെ അടുത്ത് വരണ്ട, എനിക്കിഷ്ടമല്ല നിങ്ങളെ. കാര്യം പറഞ്ഞ മനസ്സിലാവത്തില്ലടാ കോപ്പേ, നിനക്ക് എന്താ ഭ്രാന്ത? ഞാൻ അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഒരു സംശയം തീർക്കാൻ. ഇവൻ വന്ന് പറഞ്ഞു പണ്ടെങ്ങാണ്ട് ഇവന്റെ ഒരു ചേട്ടൻ നാട് വിട്ടു പോയിട്ടുണ്ടെന്ന്. നിന്നെ പോലെ മിണ്ടാൻ വയ്യാത്തൊരുത്തൻ. നിന്നെ കണ്ടപ്പോ ഒരു സംശയം തോന്നി എന്നോട് വന്ന് ചോദിച്ചു. അല്ലാതെ നിന്നെ തല്ലാനും കൊല്ലാനും ഒന്നും വന്നതല്ല ഇവൻ. പറയടാ ചുണ്ടേ, ദിവാകരൻ എന്നൊരു പേരുണ്ടോ നിനക്ക്? ഈ സജിയുടെ ചേട്ടൻ ദിവാകരനാണോ? നിന്നോടാ പറഞ്ഞത് ഇവന്റെ തന്തയാണെന്ന് എനിക്ക് ഇപ്പൊ ഇവൻ എന്റെ മകനല്ല. ഇവൻ ഏത് മറ്റവന്റെ മോനാണെന്ന് നിന്നോടാ പറഞ്ഞ കൊല്ലം കുമാരനെ ചതിക്കാവുന്ന നിന്നോടാ പറഞ്ഞത് ഇവന്റെ തന്തയാണെന്ന് പറയാൻ നിന്നോടാ പറഞ്ഞ
എങ്ങടായി പയണേ? ഒരിക്കൽ എന്നെ ഇട്ടിട്ട് ഒന്നും പറയാണ്ട് ഓടിപ്പോയതല്ലേ. ഇനി വിടില്ല ഞാൻ എന്റെ ദിവാകരേട്ടനെ. എനിക്കിന്ന് മറ്റാരുമില്ല. ഞാൻ ഒറ്റയ്ക്ക്. എനിക്ക് വേണം എന്റെ ചേട്ടന്. അതവന്റെ ചേട്ടനാ. ചേട്ടനെതിരെ കളിക്കുന്നത് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ? ഒന്ന് പാണം കോഴി തള്ളു ഞാൻ. തല്ലരുത്. നീയൊക്കെ രഘുവിന് വേണ്ടി കളിക്കും, കളിപ്പിക്കും രഘു. അല്ലാതെ നീയൊന്നും ഈ മലയിറങ്ങി പോകൂല. ഇനി എന്നെ തല്ലരുത്. തല്ലരുതെന്നാണ് പറഞ്ഞത്. സജിക്കുട്ടാ! നല്ല ശേലം. പേടിച്ചോ? നിന്നെ ഞാൻ പോടാ. ധൈര്യം ഉണ്ടെങ്കിൽ പിടിക്ക്. കാണട്ടെ സെക്കൻഡ് ഉശിര്. നിൽക്കാൻ. മുത്തേ, മുത്തേ. അണ്ണ, എന്തണ്ണ ഇത്? അവളെ വിട്. വിടാതെ പറഞ്ഞു. എന്തത്? എന്താ പ്രശ്നം? അയ്യോടാ, ഒന്നും അറിഞ്ഞൂടല്ലേ. എടാ കോപ്പേ, നീ പറഞ്ഞു വിട്ടവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. അവനെ, ആ പൊട്ടനെ, കളിക്കളത്തിന് പുറത്തും പണിയാനായിട്ട് ഞാൻ ഇറക്കിയതാ നിന്നെ. പൊന്നും വില തന്ന് നീ ഇപ്പൊ ഞാൻ മോഹിച്ച പെണ്ണിനെ മേച്ച് കാടും ചുറ്റി നടക്കുന്നു. കൊള്ളാം. നീയും നിനക്ക് കണ്ടുകിട്ടിയ പൊട്ടാൻ ചേട്ടനും അണ്ണാ, ഞാൻ പറഞ്ഞൊരു മോനാണെന്ന് കരുതിയടാ പന്ന മോനെ. പൊട്ടക തീർക്കാൻ ഞാൻ ഇറക്കിക്കോളാം ആണുങ്ങളെ. എന്തോ സ്വന്തം പറഞ്ഞ് ഇനി ഇവിടെ വേണ്ട. പൊയ്ക്കോളണം ഇന്ന് തന്നെ. ഇല്ലെങ്കിൽ ഈ മല ഇറങ്ങുന്ന നിന്റെ ശവമായിരിക്കും. കേട്ടടാ പന്നക്കൾ.
അവന് നിന്നെ അത്രയ്ക്ക് വലിയ ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ കെട്ടിക്കൂടി. വെറുതെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ. അതിനല്ല എന്റെ അച്ഛനും ചിന്നമ്മ എന്നെ വളർത്തിയത്. എടി, അമ്മയെ കയറി പേര് വിളിക്കണം. എന്റെ അമ്മ മരിച്ചു പോയതാ. എന്റെ അമ്മയുടെ അനിയത്തിയ ചിന്നമ്മ. ചിറ്റമ്മയെന്ന് വിളിച്ച് ചിന്നമ്മയായി മാറിയതാ. കരടി പറഞ്ഞു കേട്ടോടി, ഞാനെന്നെയും പ്രേമമാണെന്ന്. ആണോടി? ആണെങ്കി നീ പോരുന്നു എൻ്റെ കൂടെ നാട്ടിലേക്ക്. ഈ കാടൻ ചന്തയല്ലാതെ നാട് കണ്ടിട്ടില്ല ഞാൻ. കൊണ്ടുപോ എന്നെ. ഇഷ്ടമാണോ എന്നെ? ഓഹോ, ഇതിനിടയിൽ അതും നടന്നോ? കൊള്ളാം. നിനക്ക് പ്രേമോ എനിക്ക് പ്രഹരോ. ഇതൊരു മാതിരി കാലടിയിൽ ഇടപാടായി പോയി. ഇവിടെ വന്ന അന്ന് മുതൽ നിന്റെ അടുത്തുള്ള അവളുടെ കൊഞ്ചലും കൊഴയിലും കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ അവൾ നിന്റെ നെഞ്ചത്ത് കയറിയിരിക്കുന്നു. ദേ, എനിക്കും ചില ആശകളൊക്കെ ഉണ്ടായിരുന്നതാ. ഇനിയിപ്പോ ആശിച്ചിട്ട് എന്താ കാര്യം? ഒക്കെ ആ കരടി അടിച്ച് കലക്കിയില്ലേ. ഇങ്ങനെ പോയാ എന്റെ വംശം അന്യം നിന്ന് പോകുമല്ലോ കർത്താവേ. അതെ, നിന്നെ അവർ ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ? ഏയ്, കുറ്റം പറയാനൊക്കത്തില്ല. കഴുത്തിന് ചവിട്ടി പിടിച്ച് വായിലേക്ക് നല്ല പനങ്ങൾ ഒഴിച്ചു വന്നു. നന്നായി. പിന്നെ മുഖം പൊത്തി അടിച്ച വകെ വായി ചോര ഉണ്ടായിരുന്നോണ്ട് ടച്ചിങ്സ് വേറെ അന്വേഷിക്കേണ്ടി വന്നില്ല. എടാ, ഇവന്മാരൊക്കെ തനി കാടന്മാരാ. നിന്നെ അതെ, നീ നിന്റെ ചേട്ടനും ചേട്ടത്തെയും വിളിക്ക്, നമുക്ക് നാട്ടിൽ പോകാവടാ. നല്ല അന്തസ്സുള്ള അടി അവിടെ കിട്ടുമല്ലോ. ഞാനില്ല, തന്നതൊക്കെ കണക്ക് പറഞ്ഞ് തിരിച്ചു കൊടുത്തിട്ടേ ഞാൻ ഈ മല ഇറങ്ങും. അടുത്ത കളിക്ക് ഞാൻ ഇറങ്ങും ചേട്ടന്റെ ടീമിൽ. അവനെ എനിക്ക് കളിക്കളത്തിൽ കിട്ടണം, ആ രഘുവിന്.
ചെല്ല് സജിക്കുട്ടാ, ചെല്ല്. നിർത്തിക്കൊള്ളല്ല, ഇല്ലെങ്കിൽ കൊല്ലും നിന്നെ ഞാൻ. കലക്കിടാ മക്കളെ, കലക്കി. ഓ എന്റെ ദൈവങ്ങളെ, സന്തോഷമായി ഈ രാമപ്പന്. ഇനി എന്റെ മക്കളെടുത്ത് ആ രഘുവിന്റെ പെരട്ടത്തല പൊങ്ങിയല്ല. മോനെ സജി പറഞ്ഞു, രാമപ്പൻ നിനക്ക് എന്താടാ തരേണ്ടത്? എന്തോന്നാ പറഞ്ഞോ, ഞാൻ തരും. ചോദിച്ചോടാ, മഹാരാജാവല്ലേ, എന്തും തരും. നീ പൊടി കൊടുത്തോളെ സജി, നീ ചോദിച്ചോളെ. ഒറ്റ വീക്കിൽ ഞാൻ തരൂ കേട്ടാ, മെനയായിട്ട് പറയടാ. അതല്ല രാംപ, ചേട്ടൻ പറഞ്ഞത് എനിക്ക് മുത്തുലക്ഷ്മി ഇഷ്ടമാണ്. അയ്യോ അങ്ങനെയല്ല, എനിക്ക് മുത്തുലക്ഷ്മി ഇഷ്ടമാണെന്നാ പറഞ്ഞത്. അവൾക്കും എന്നെ ഇഷ്ടമാണ് രാംപ. സമ്മതിച്ച് അനുഗ്രഹിക്കണം. കണ്ടോടി ചിന്നമ്മേ, പെരുവഴിയിൽ നിന്ന് കിട്ടിയത് എനിക്കിവര്. അന്ന് നാട്ടുകാർ പറഞ്ഞു ഇവൻ വെറും കരിങ്കല്ലാന്ന്. എന്റെ ചൂട് മാണിക്കുവാടി, മാണിക്കല്ല്. എടാ നീ പറഞ്ഞു, എപ്പോ വേണം നിന്റെ അനിയൻ എന്റെ മുത്തിന്? അന്ന് കല്യാണം. ഇക്കണ്ട കാടും മേടും കാത്ത് രക്ഷിക്കണേ ദൈവങ്ങളെ. ഇന്നിപ്പം പെയ്ത മഴ കണ്ട് സന്തോഷം തോന്നണ് ദൈവങ്ങളെ. പെറ്റിട്ട നാള് മുതല് സങ്കട നീറ്റിയ ജന്മങ്ങളാ ജന്മങ്ങളാ. ഇന്നിപ്പം സന്തോഷം കൊണ്ടെന്റെ നെഞ്ച് പൊളിയണ് ദൈവങ്ങളെ.
സന്തോഷം വരുമ്പോ സങ്കടപ്പാട്ട് പാടുന്നേ. ഇങ്ങോട്ട് നടക്കും മനുഷ്യ. ദൈവമേ, അങ്ങോട്ട് കേറ് മനുഷ്യ, അങ്ങോട്ട് കേറ്. അകത്തും വെള്ളോ പുറത്തും വെള്ളോ, ഇതിനെയും കൊണ്ട് ഞാൻ എങ്ങനെ വീട് വീട് മോശം. എടി ഇതിനെയും കൂടെ പിടിച്ചോടി, അല്ലേ വെള്ളത്തിൽ പോകുന്നു. കുഴഞ്ഞോളാം. വഴിന്ന് മാറാ നിക്കടാ, നീ വേലി കേട്ടോ. എന്താണ് കണ്ണുകൊണ്ടോടെ മാറിയിരിക്കുന്നല്ലേ? ഒരു സോള എടുക്കടാ. എന്താണ് സോഡ കാനയിലെ വെള്ളോ? എന്താണ് ഇത്? എന്താടാ നിനക്ക് കുപ്പി പിടിച്ച് ഇഷ്ടായില്ലേ? ഞാൻ രഘുവണ്ണനോട് പറയണ, നിനക്കറിയാലോ 7-ാം പക്കം താഴെ കുത്തിന്ന് ചൂണ്ടയുടെ ശവം വലക്കാരി പൊക്കിയെടുത്തപ്പോ തലയിലായിരുന്നു. നിനക്ക് തല വേണോ കട വേണോ? എടോ ഈ കരടി രഘു നിങ്ങൾ ആലപ്പുഴന്ന്? അതെ, ഞാനാ കിളി. നിങ്ങൾ വരുമെന്നെണ്ണം പറഞ്ഞിരുന്നു, ഞാൻ കാത്തുന്നതാ. വണ്ടി കയറി. താമര അവള് വയസ്സറിയിച്ച കാലം തൊട്ട് നോട്ടം വെച്ച് കാത്തിരുന്നതാ ഞാൻ. കണ്ടോ 12 ശിക്ഷ 12. ആ പൊട്ടം പണി തന്നതാ. അവളെ കൊണ്ടുപോയ രാത്രിയില് കാഞ്ഞു പോയനെ ഞാൻ. അവളെ എനിക്ക് കൊണ്ടുപോകണം. ഇപ്പൊ എനിക്കതൊരു വാശിയാ. നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തണം. അത് കഴിഞ്ഞാൽ ചിലപ്പോ 10 രൂപ കച്ചവടത്തിന് വിറ്റെന്ന് വരും ഞാൻ അവളെ. നീ പറഞ്ഞോ, അവളെയും കൊണ്ട് ഈ മലയിറങ്ങുന്നതിന് മുമ്പ് നിനക്കെന്താ ഞാൻ ചെയ്തു തരേണ്ടത്? സജി, 4 ആളുടെ മുന്നിലിട്ട് തീർക്കണം അവനെ. പറ്റൂ? നീ ആളെ കാണിച്ചു തന്നാ മതി. അതിന് അവനും അവളും ആ മാളത്തിൽ നിന്ന് ഇറങ്ങണ്ടേ? എന്നാലല്ലേ പരിപാടി പിടിപ്പിക്കാൻ പറ്റും എന്റെ ഗുണ്ടച്ചേട്ടാ. അതിന് പറ്റിയ ഒരാളെ കൂട് തുറന്ന് ഞാൻ വിട്ടിട്ടുണ്ട്. പപ്പു മാമൻ താമരയ്ക്ക് മാത്രമല്ല, നാട്ടിലുള്ള എല്ലാ മക്കൾക്കും ഒരേ ഒരു മാമനേ ഉള്ളൂ, അത് ഞാനാ. മോളെ താമരേ, മാമൻ ഇത്തിരി വെള്ളം എടുത്തോടി. അല്ല, ഞാൻ ഈ കണ്ട കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിട്ട് നീ എന്താടാ കപ്പൽ വിഴുങ്ങി പോലെ ഇരിക്കുന്നേ? നിന്റെ ചേട്ടനെ പോലെ നീ പൊട്ടനാ? പച്ചവെള്ളോ? വെള്ളം എന്ന് പറഞ്ഞാ പച്ചവെള്ളം മാത്രമേ ഉള്ളൂടി ഇവിടെ. ആ പൊട്ടന്റെ ഒപ്പം കൂടി നീയും വിവരം കെട്ടവളായി പോയല്ലോടി എന്റെ കൊച്ചേ. ആ അപ്പളേ പൊട്ടന്റെ അനിയാ. അതെ, വളച്ചു കെട്ടാതെ വന്ന കാര്യം ഞാൻ പറയാം. താമര ഇനി ഇങ്ങനെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല. പൊട്ടൻ ചത്ത സ്ഥിതിക്ക് ഇനി ആര് നോക്കുന്നോർത്താ? അറിയാവോ,
എത്ര യോഗ്യന്മാര് കൊതിച്ച പെണ്ണാ ഇവള്. യോഗമില്ല. എന്നാലും ഇനി ഈ കാട്ടിക്കിടന്നവരെയൊക്കെ ഞാൻ സമ്മതിക്കില്ല. താമരെ, എടുക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തു. നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാം. പപ്പുമാനുണ്ടടി കൂടെ. മതി. ആരോടൊക്കെ വില പറഞ്ഞ് ഉറപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. മോളെ, മാമൻ പ്രായം തികഞ്ഞ പെൺമക്കളെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന താനിപ്പോ എന്തു ബന്ധം പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്? പറ, താൻ എന്റെ ആരാ? മോനെ, ഇവള് കൊറേയായി ഞാൻ സഹിക്കുന്നു. ഇനി ഇവിടെ കിടന്ന് പൊലമ്പിയാലുണ്ടല്ലോ. ആഹാ, ഓഹോ. എടാ ചക്ക, നിനക്കറിയില്ല ഈ പപ്പനാമനെ. ഇവക്കറിയാം. കൊണ്ടുപോകാൻ വന്നതാണെങ്കിൽ കൊണ്ടുപോയിരിക്കും ഈ പപ്പനാമൻ. അതിനെനിക്ക് ഒരുത്തന്റെ സമ്മതം വേണ്ട. നീ പുളിയും നനയുമില്ലാത്ത പൊട്ടന്റെ കൂടെ പൊറുക്കാമെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നോണ്ട് കിടക്കാൻ നിനക്ക്. മാറി നിൽക്കടാ പട്ടി. ഓ, ഇറങ്ങി പോവാൻ. നീ ആരടാ എന്നെ തടയാൻ? തന്തയ്ക്ക് പിറക്കത്ത്. ഇറങ്ങി പോടാ പട്ടി. എടാ നാറി, നീ എന്നെ തല്ലിയല്ലേ? നീ ചെവിയെ ഞുള്ളിക്കോടാ. നിന്റെ ചേട്ടന്റെ തല അറുത്തവരുണ്ടടാ എന്റെ കൂടെ. ഇവക്കൊരു വിലയുറപ്പിച്ച് പപ്പനാമൻ മല കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടേ മലയേറുന്നു. അതിന് നിന്നെ അറക്കണമെങ്കിൽ അറക്കൂടാ. അതിന് പറ്റിയ ആണുങ്ങൾ എന്റെ കൂടെ ഉണ്ടാ. പൊട്ടൻ ചത്ത ഒഴിവില് ഇവിടെയും കെട്ടിപ്പിടിച്ച് കിടക്കാവുന്ന അയാൾക്ക് എന്തെങ്കിലും പറ്റിയാലോ? നിനക്കെന്താ ഭ്രാന്തായോ? എനിക്കാരെയും കാണണ്ട. എവിടേക്കാ ഞാൻ പോണ്ടത്? പറയടാ. നീ എന്താ കരുതിയത്? നിന്റെ ചേട്ടനെ കണ്ട് മോഹിച്ച് കൂടെ ഇറങ്ങിപ്പോന്നവളല്ല ഞാൻ. പറിച്ചെടുത്ത് കൊണ്ടുവന്നതാ എന്നെ ഈ നരകത്തിലേക്ക് ബലമായിട്ട്. ആരോടും പറഞ്ഞിട്ടില്ല, ആരെയും അറിയിച്ചിട്ടുമില്ല. നീ അറിയണം ഞാൻ എങ്ങനെയാ നിന്റെ ചേട്ടന്റെ ഭാര്യ ആയതെന്ന്. കായലിൽ മീൻ പിടിക്കാൻ എത്തിയവരുടെ കൂട്ടത്തിലിരുന്ന് അയാൾ മാത്രം എന്നെ തറച്ചു നോക്കുമായിരുന്നു പലപ്പോഴും. തക്കം പാർത്തിരുന്നവർക്കിടയിൽ അന്ന് വരെ ഞാൻ എന്നെ കാത്തുപിടിച്ചിരുന്നു. നിന്റെ ചേട്ടൻ കടന്നു വന്ന ആ രാത്രി വരെ. ശപിക്കപ്പെട്ട ആ രാത്രി. ഇവിടെ എത്ര നാൾ ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കും? ഇവനേതാടാ? മീൻ പിടിക്കാൻ വന്നിട്ട് കൂട്ടത്തിലുള്ള വെട്ടിക്കൊല്ലടാ. ജനിച്ച നാട്ടിലേക്കോ എന്റെ വീട്ടിലേക്കോ മടങ്ങിപ്പോവാനാവില്ലിനി. വേറെ എങ്ങോട്ടാ ഞാൻ പോണ്ടേ? തെരുവിലേക്കോ? പറയ. ദൈവങ്ങൾ പോലും ദയ കാണിക്കാത്ത ജന്മ എന്റേത്. പാവ എന്റെ അമ്മ എന്റെ മുന്നിലിട്ട ക്രൂരമായി പിച്ച് ചീന്തിയത്. ഒന്നുറക്കെ കരയാൻ പോലും കഴിയാതെ ഞാൻ ഒടുവിൽ ഉടുത്തതെല്ലാം സ്വയം ഊരി വലിച്ചെറിഞ്ഞ് ആൾക്കൂട്ടത്തിലേക്ക് അലറി വിളിച്ചോടി പോകുന്ന അമ്മയുടെ രൂപം ഇപ്പോഴും എന്റെ കണ്ണിലുണ്ട്. പറയൂ, ഇതിന് മാത്രം ശിക്ഷിക്കും എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഒരു പെണ്ണായി ജനിച്ചു പോയത് ഇത്രയും വലിയ തെറ്റാണോ? പറയൂ, എവിടേക്കാ ഞാൻ പോകേണ്ടത്? ആരെയും ഞാൻ വിശ്വസിക്കേണ്ടത്? എനിക്കാരുമില്ല.
താമര പെണ്ണാണല്ലോ ഇന്ന് കൂട്ടിനെ എല്ലാം കണ്ട് പഠിക്കട്ടെ. ഇതിന് എന്നാ വിലയാ? പേഴ്സിലൊന്നും വേണ്ട, 50 രൂപ രൊക്കം. ഓ, അത് ഇച്ചിരി കൂടുതലാണല്ലോ ചിന്നമ്മേ. നല്ല മീൻ കിട്ടണമെങ്കിലേ കാശ് മുടക്കണം അപ്പനെ. വെറുതെ കരയിൽ കൊട്ടയായിട്ട് നിന്നാലേ കൊട്ടയിലോട്ട് വന്ന് മീൻ കയറത്തില്ല. വെറുതെ നോക്കിയിരിക്കാതെ മീൻ എടുത്തു കൊടുക്കുക താമരെ. ഈ മീൻ എന്താ വില? ഏത്? ഈ മീൻ ഇത് ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഇങ്ങോട്ട് വാടി വാടി. നിന്റെ മുമ്പിലിട്ട് ആ പൊട്ടനെ കുത്തിക്കീറാൻ അന്ന് വന്നതാ ഞാൻ. അത് നടന്നില്ല. പോട്ടെ, എന്റെ കണ്ണ് വെട്ടിച്ച് ഇവിടെ വന്ന് സുഖിച്ച് കഴിയാമെന്ന് കരുതിയോടി നീ. മതി, തീർന്നു നിന്റെ ഇവിടത്തെ പൊറുതി. നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാം. ഞാൻ പറഞ്ഞില്ലേ അവൻ വരൂന്ന്. എന്നെ വെച്ച് താമസിപ്പിക്കണ്ട. നാട്ടുകാരെ മുന്നിലിട്ട് തീർക്കണ ഇവനെ. എന്നിട്ട് ഇവളെയും കൊണ്ട് വാ.
എന്റെ ചേട്ടന്റെ ജീവനെടുത്ത ആരാണെങ്കിലും വാ. ചാവാനും കൊല്ലാനും കരുതിയാണോ ഞാൻ നിൽക്കുന്നത്? ചൂണ്ടയുടെ അനിയനാണോ ഞാൻ? ദേവാംഗനെ വാ 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 പ്രേമാമൃതം താ താ താ. ദേവാംഗനെ വാ 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 പ്രേമാമൃതം താ താ താ. നെഞ്ചിരിയിലെ അഴകേ വാ പൂമഴ ഇത് നനയാൻ വാ. ദേവാംഗനെ വാ 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 പ്രേമാമൃതം താ താ താ. ഗന്ധർവനെ വാ 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 നീലാഞ്ജനം താ താ താ. മഴവില്ല് മിഴികളിൽ എഴുതാ മരതക കൊലുസൊന്ന് പണിയാ. പദനുര വിരിയുമി പാൽക്കടൽ തിരകളിൽ പൂമഞ്ചം തീർക്കാം. ഓ ചുരുമുടിയിഴകളിൽ തഴുക കനവിലെ കളിവഞ്ചി തുഴയാ. പദനുര വിരിയുമി പാൽക്കടൽ തിരകളിൽ പൂമഞ്ചം തീർക്കാം. സ്നേഹഗന്ധമോലും ശ്യാമസന്ധിയിൽ പുഷ്ടിരാഗത്തേരിൽ വന്ന ഗായക. പകലറിയാതെ ഇരുളറിയാതെ പുഴയുടെ സുരസുഖ കയങ്ങളിൽ ഇണകളീരാട. ഗന്ധർവനെ നീലാഞ്ജനം താ താ താ. ദേവാംഗനെ വാ 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 പ്രേമാമൃതം താ താ താ. ഓ ഓ ലാ 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 ലാ. ദാനിനം തനനദാനിനം തനനദാനിനം ദാനന തനനദാനിനം തനനദാനിനം തനനദാനനദാനനദാനനം. പുലിനഖയേലസ് കൊലുക്കാം മറുകുള്ള വിരിമാറിൽ അണിയാം. അനുരാഗ കിളിയുടെ തുടിക്കും ചിറകിലെ പൂമാനം ചുറ്റാം. പുലിനഖയേലത്ത് കൊരുക്കാം മറുകുള്ള വിരിമാറിലണിയാ. അനുരാഗ കിളിയുടെ തുടിക്കുമി ചിറകിലായി പൂമാനം ചുറ്റാ. സൂര്യകാന്തിയോലും സ്വർണ്ണ താമരേ ചന്ദ്രബിംബം തേടും സ്വപ്ന കന്യകേ. മഴയറിയാതെ മുകിലറിയാതെ
നിശയുടെ തണൽ ദേവാംഗനെ വാ 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 പ്രേമാമൃതം താ 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 ഗന്ധർവനെ വാ വാ വാ. താമരേ, എന്തേ രാമപ്പ? ഒരു പരാതിയും കൊണ്ട് വന്നതാ. പരാതിയോ? അതെ, ഈയിടെയായി താമര ഇവളോട് മിണ്ടണില്ലെന്നോ അകൽച്ച കാട്ടണോന്നൊക്കെ പറഞ്ഞ് തിന്നാണ്ടും കുടിക്കാണ്ടിരിക്കേ. അത് നല്ലതാ, ഇവളുടെ പൊണ്ണത്തടി ഒന്ന് കുറഞ്ഞോട്ടെ. ഈ അച്ഛൻ വെറുതെ പറയുന്നതാ. ഞാൻ നിന്നോട് പിണങ്ങൂ? എന്റെ ഒരേ ഒരു കൂട്ടുകാരിയല്ലേ നീ? വേറൊരു കൂട്ടം പറയാനും കൂടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ആദ്യം പറയേണ്ടത് നിന്നോടാണല്ലോ. നീയാണല്ലോ ഇവിടുത്തെ കാരണമത്തി. പിന്നെ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചതാ. എന്റെ ചൂണ്ട അവന്റെ വലിയൊരു ആശയായിരുന്നു അത്. ഇവരുടെ കല്യാണം ഇനി അത് നീട്ടണ്ട. ഈ കർക്കിടക മഴക്ക് മുമ്പ് അതങ്ങ് നടത്തണം നമുക്ക്. അത് നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. നീ എന്താ? ദേ, ഒരു മരണം നടന്ന വീടായത്. അധിക കാലമൊന്നും ആയിട്ടില്ലല്ലോ രാമപ്പ. അത് മറന്നു എല്ലാരും. നേരെ അവള് പറഞ്ഞ നേരെ. എന്താടാ അണ്ണനെ തിരക്ക് ഒരാള് വന്നിരിക്കണു. ആര്? ഞാനാ രഘു. ആർക്കാടാ എന്നെ വേണ്ടത്? ഭയക്കണ്ട, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. നീ എന്തിനാ വന്നേ? മതി, നിർത്ത്. സജിക്കുട്ടൻ, ചൂണ്ടയല്ല സജിക്കുട്ടൻ. അവന്റെ ദേഹത്ത് ഇനി ഒരു പോറല് പോലെ ഏൽക്കാൻ പാടില്ല. അതിനുവേണ്ടി നീ തുറന്നു വിട്ടവരെ തിരിച്ചു വിളിക്കണം. അവരിനി ഇവിടെ ഉണ്ടാവരുത്. അത് നീയാണോ തീരുമാനിക്കേണ്ടത്? നിനക്ക് എന്താ വേണ്ടത്? എന്നെയോ അതോ മറ്റു വലുതോ? പറഞ്ഞു. എന്തിനു തയ്യാറായിട്ടാ ഞാൻ വന്നത്? നിനക്ക് ഭ്രാന്താണോ? സജിക്കൊന്നും വരരുത്, വരില്ല. എനിക്ക് വിശ്വാസമാണ് നിന്നെ. എച്ചിലാണ് ഞാൻ, ചീഞ്ഞ ശവത്തിന്റെ മണമുള്ള ചൂണ്ടയുടെ എച്ചിൽ.
നീ ഒരാണാണ്. ചൂണ്ടയുടെ എച്ചിൽ വേണോ നിനക്ക്? നീ മോഹിച്ചതും കൊതിച്ചതും അവളെയല്ലേ, മുത്തുലക്ഷ്മിയെ. അതിന്റെ പേരിൽ കുറച്ച് അപമാനം സഹിച്ചതല്ലേ. അവളെ നിനക്ക് തരാൻ ഞാൻ. പകരം സജി എനിക്ക് വേണം. ഭ്രാന്ത് പറഞ്ഞതല്ല, വാക്കാണ്. താമര രഘുവിന് തരുന്ന വാക്ക്. ഒരു കല്യാണത്തിന് ഒരുങ്ങിക്കോ നീ. താമരെ, നിന്റെ ചൂണ്ടയെ കൊന്ന ഞാനല്ല, സത്യം. ആർക്ക്? സജിക്ക? വാങ്ങിച്ചോ. അതെ, എന്നാ ഞങ്ങൾക്കൊരു ഇല തരുന്നേ. വൈകില്ല, ഈ കറക്കിടാൻ കഴിഞ്ഞോട്ടെ. കച്ചവടം കഴിയാണ്ട് ഇടയ്ക്ക് പോകുന്നതിന് ചിന്നമ്മയുടെ തെറി കേക്കും ഞാനിന്ന്. ചന്തയില് നിക്കായിരുന്നു. നമ്മളെന്തിനാ താമരേച്ചി നേരത്തെ പോന്നെ? നിന്റെ പിണക്കം തീർക്കാൻ. എനിക്ക് പിണക്കൊന്നുമില്ല. എനിക്കറിഞ്ഞൂടെ നിന്നെ. എന്താടി, കറക്കിടാൻ കഴിയാൻ നിക്കണ്ടെന്ന് പറയണോ രാമപ്പനോട്? ധൃതിയായോ രണ്ടിനും? ചേച്ചി, അയ്യോടി, ഞാനൊരുട്ടം മറന്നല്ലോ. എന്താ ചേച്ചി? നീ ഇവിടെ നിക്ക്, ഞാനിപ്പോ വരാം. ഞാനും വരാം ചേച്ചി. വേണ്ടടി, ഞാൻ എത്തി. എത്ര നാളായി നിന്നെ ഇങ്ങനെ തൊട്ടടുത്ത് കണ്ടിട്ട്. എനിക്ക് നിന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. എനിക്ക് എന്താ ഒരു കുറവ്? മുത്തേ, മുത്തേ, നിൽക്ക്. മുത്തേ, നിൽക്ക്. മുത്തേ, 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 ഒന്നും ചെയ്യല്ലേ. എടി പൊട്ടിക്കാളി, നീ എന്തിനാടി എന്നെ പേടിക്കുന്നേ? നിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പണ്ടേ ആവായിരുന്നു. നിന്നെ എനിക്ക് ഇഷ്ടമാടി. കടന്നു പോടി കോപ്പേ, അവളുടെ അമ്മയുടെ പേടി. പോടി. അറിയില്ല. ഇങ്ങോട്ട് മാറി നിൽക്ക്. എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ നീ? എല്ലാം തകർത്തില്ലേ നീ? ഇനി ജീവിച്ചിരിക്കണ്ട. അങ്ങോട്ട് മാറി നിൽക്ക്. എന്റെ ജീവിതമല്ലേ ഞാൻ ഇവക്ക് കൊടുത്തത്. ചിറ്റമ്മയായിട്ടല്ല, പെറ്റമ്മയായിട്ടല്ലേ നിന്നെ ഞാൻ വളർത്തിയത്. എന്നിട്ട് തന്നത് കണ്ടോ? വിളിച്ചൊന്നൊരു പേരായല്ലോ മുത്തേ നിനക്ക്. അടിച്ചു കൊല്ലടേ പട്ടി. തൊട്ടുപോലെ തന്നെ കൊന്നളയും.
എനിക്കിവിടെ ഇഷ്ട ഇവക്ക് എന്നെയും ആർക്കാ ചെയ്തം ആർക്കാ എന്താ സംശയമുണ്ടോ? എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെന്തിനാ ഇവരെ അറിയിക്കാതെ എന്നെ തേടി വന്നത്? ഞാൻ തൊട്ടിട്ടുണ്ടെങ്കിൽ കെട്ടാനോ എന്റെ പെണ്ണവള് പന്നിയുടെ മോനെ അനാവശ്യം പറഞ്ഞ നാട്ടുകാരെ കാണിച്ച് രസിപ്പിച്ചത് മതി. ഇത്രയും പോരെ നിനക്ക്? ചേർത്തി അവന് തീയില്ലാതെ പുകയുണ്ടാവോ? വെറുതെ അല്ല ഇത്രയും കാശ് മുടക്കം ഉണ്ടായിട്ടും രഘു ഇപ്പോഴും മുത്തെന്ന് പറഞ്ഞ് വേറെ പെണ്ണ് കിട്ടാണ്ട് നിൽക്കുന്നത്. എന്തായാലും ഇതൊക്കെ ഇപ്പൊ അറിഞ്ഞത് നന്നായി. ഇല്ലെങ്കിലും ആ അതാ ഞാനും പറയുന്നത് സജി. ദേ മരിച്ചുപോയ എന്റെ ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാ ഞാൻ പറയുന്നത്. നീ ഇനി രഘുവിനെ തല്ലാനും കൊല്ലാനും ഒന്നും പോണ്ട. എന്തിനാ വെറുതെ? നീ മുത്തിനെ അങ്ങ് മറന്നുകളാ. എവിടേക്കാ നീ ഇനി? ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, എന്റെ മുത്തിനെ. എനിക്കറിയാം അവളെ. ആരെന്ത് പറഞ്ഞാലും ഞാൻ ഈ മലയിൽ ജീവനോടെ ഉണ്ടെങ്കിൽ മുത്തും കൂടെ ഉണ്ടാവും. അവൾ എന്റെ പെണ്ണ, എന്റെ മാത്രം. ഇപ്പോഴും അവന് ഇഷ്ടമാണ് നിന്നെ. നീ മറ്റൊരാണിനൊപ്പം കഴിഞ്ഞവളാണെന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ടും അതിന് മാത്രം നീ ആരാ? നിന്നിൽ എന്താ ഉള്ളത്? ചേച്ചി അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോഴും നീ അവനെ കാത്തിരിക്കുകയാണോ? ആരാ ഇഷ്ടമാണോ നിനക്കവനെ? അപ്പൊ ഞാനോ? എന്റെ ജീവനവൻ. എന്താ സ്വന്തം ജീവൻ പറിച്ചെടുത്ത് തരണോ ഞാൻ? ആരും തുണയില്ലാതെ കഴിഞ്ഞിട്ടുണ്ടോ നീ? സ്വന്തം അമ്മയെ പലരും ചേർന്ന് ക്രൂരമായി പ്രാപിക്കുന്നത് കണ്ടിട്ടുണ്ടോ നീ? മദ്യവും പുകയും നാറുന്ന ഒരാണിനൊപ്പം കഴിയൂ നീ? ചീഞ്ഞ ശവത്തിനെ പോലെ വൃത്തിയില്ലാത്ത ഒരു മനുഷ്യനൊപ്പം ഒരു പായൽ കിടന്നിട്ടുണ്ടോ നീ? ഇല്ല, ഒരു പെണ്ണിനും അതിന് കഴിയില്ല. അതാണ് ഞാൻ, എന്റെ വിധി. എനിക്കും ജീവിക്കണം. ഇഷ്ടപ്പെട്ട ഒരാണിനൊപ്പം അന്തി ഉറങ്ങണം. അതിന് നീ സജിയെ മറക്കണം. എന്റെയാണവൻ, എന്റെ മാത്രം. പറ, മറക്കാന്ന് പറ. ഇനി എന്റെ ചെക്കനെ കാണില്ല എന്ന് വേണ്ടില്ല എന്ന് സത്യം ചെയ്. സത്യം ചെയ്യാൻ ഇല്ലെങ്കിൽ ഞാനും നീയും ജീവനോടെ കരക്കത്തില്ല. ഞാനിവിടെ താഴ്ത്താൻ പോവാ. ഇവനും ഇവളോട് ഇത്രയ്ക്ക് ഇഷ്ടം. അയ്യോ എന്റെ ദൈവമേ, ഞാൻ എന്തേ കാണുന്നേ? മുത്തേ, എടി മോളെ, അയ്യോ എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? മോളെ, മുത്തേ, എടി
ഒന്ന് കണ്ണു തുറക്കടി. ഒന്ന് മാറി നിന്നേ. എടാ, നീ എന്താ എന്റെ കുഞ്ഞിനെ ചെയ്തത്? എന്താണ്? രാമപ്പ, എന്താ രാമപ്പ, ഓടി വന്നേ. ഇത് നമ്മുടെ മുത്ത്. അയ്യോ മോളെ, അയ്യോ എടാ എടാ, നീ എന്റെ കുഞ്ഞിനെ എന്ത് ചെയ്താ? എന്ത് ചെയ്യണം? ഞാനൊന്നും ചെയ്തില്ല. കണ്ണു തുറക്കടി നീ. മോളെ, അച്ഛനാ കണ്ണു തുറക്കുമോ? എന്റെ പോക്കൊന്നുമില്ല. മുത്തേ, ഒന്ന് കണ്ണു തുറക്കടി. അയ്യോ. എടാ രഘു, എടാ എന്റെ പോക്ക് എന്ത് പറ്റിയടാ? പേടിക്കണ്ട, വെള്ളം കുടിച്ചിട്ടുണ്ട് അതിന്റെയാ. ഉണരുമ്പോ ചോദിച്ചു നോക്കും, മോള് പറയും എന്താ സംഭവിച്ചെന്ന്. അയ്യോ ആടാ, എന്റെ മോളെ, കണ്ണു തുറക്കടി. മുത്തേ, മോളെ എന്റെ മോളെ, കണ്ണു എന്ത് പറ്റിയടാ നിനക്ക്? ചിന്നമ്മ, ഞാനാ പറയാൻ നിൽക്കാൻ. പിന്നെ ഇത്രയൊക്കെ അറിഞ്ഞത് പോരെ നിങ്ങക്ക്? എന്റെ കുഞ്ഞിനെ കൊല്ലാൻ തുനിഞ്ഞവളാ അവള്. അവളോട് 4 വാക്ക് പറയാതെ ഞാൻ വരില്ല. എടീ താമരേ, ഇറങ്ങി വാടി ഇങ്ങോട്ട്. എടി വേണ്ട ചിന്നമ്മ, ചോദ്യം പറിച്ചൊന്നും വേണ്ട. ഒന്നും മിണ്ടാതിരിക്കെ, എനിക്ക് ദണ്ണുണ്ട്. എടീ താമരേ, വിട്. എന്താണ്? നിനക്ക് എന്റെ കൊച്ചിനെ കൊല്ലണമല്ലേടി? അവക്കെന്തേലും പറ്റിയിരുന്നെങ്കിലുണ്ടല്ലോ, പിന്നെ നീയും ജീവിച്ചിരിക്കില്ലടി. ഓരിപ്പെട്ടവളെ എടി മിണ്ടാതിരിക്കാൻ ഞാനാ നിന്നോട് പറയണേ. ചോദിക്കവളോട്. നിങ്ങൾ ഒരു തന്തയല്ലേ? ചോദിക്കവളോട്. അലറണ്ട, കേൾക്കാൻ ഇവിടെ ആരുമില്ല. എടീ, നിനക്കറിയില്ല, എന്റെ ജീവിതം കൊടുത്ത് ഞാൻ വളർത്തി എന്റെ മോളാടി അവള്. നിനക്ക് അതെണ്ണം മനസ്സിലാവില്ല. ആ പിഴച്ച തലയുടെ ബാക്കിയല്ലേടി നീ? കണ്ടട നിരങ്ങി നടന്ന് നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന ഞങ്ങളോട് ഈ ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നിയടി? ചെറ്റേ മതി രാമപ്പ, വിളിച്ചോണ്ട് പോയവരെ. എടീ, എടി, നീ എന്നെ കൊല്ലുവോ? എന്നെ കൊല്ലടി, ഒന്ന് കാണട്ടെ. നിന്നോട് നിർത്താൻ പറഞ്ഞേ. അങ്ങോട്ട് മോള് നിൽക്കാൻ. ഇന്ന് ഇവളെ ഞാൻ കുടുംബത്തിൽ പോടി. മിണ്ടരുത്. മോളെ, നീ എന്റെ ചൂണ്ടയുടെ പെണ്ണ, എന്റെ മോളാ. കേട്ടറിഞ്ഞ് ഒന്നും വിശ്വസിക്കുന്നില്ല രാമപ്പൻ. നിനക്ക് എന്താ പറ്റിയ മോളെ? നീ എന്തിനാ മുത്തിനോട് ഇങ്ങനെ കാട്ടിയേ? ഞാൻ പറഞ്ഞത് അവളോട് സജിയെ മറക്കാൻ സമ്മതിച്ചില്ല അവള്. എനിക്ക് അവനേ ഉള്ളൂ. എന്റെ ഭർത്താവാണവൻ. അവനെ സ്നേഹിക്കുന്ന പെണ്ണിനെ വേറെ എന്താ ഞാൻ ചെയ്യണ്ടേ? കൊല്ലണം വേണ്ടേ? നിന്റെ അനുജനാണവൻ. സ്വന്തം മകനെ പോലെ കാണേണ്ടവൻ. അവനെ നീ കാട്ടണേ. പറഞ്ഞത് ഇവളിനി ജീവിക്കണ്ട. ജീവിച്ച എന്റെ ചൂണ്ടയോട് പൊറുക്കില്ല. തുടരുതന്നെ. നിങ്ങൾ ആരാ? എന്റെ കഴുത്തിൽ മിന്നു കെട്ടിവൻ ചത്തു തുളഞ്ഞതിന്റെ പേരിൽ വെള്ള പുതച്ച കാലം കഴിക്കാൻ മനസ്സില്ല എനിക്ക്. ന്യായം പറഞ്ഞല്ലോ നിങ്ങള്. ഭാര്യയുടെ അനുജത്തെ താലി കെട്ടി കൂടെ പൊറപ്പിക്കാൻ ആണിന് അവകാശമുണ്ടെങ്കിൽ സജിയെ ഞാൻ ആഗ്രഹിച്ചതും കൂടെ പൊറപ്പിക്കാൻ തീരുമാനിച്ചതും എങ്ങനെ തെറ്റാവും? പറ. പെണ്ണ് ചെയ്യുന്നതെല്ലാം തെറ്റ്. ഇഷ്ടപ്പെട്ട ഒരാണിനൊപ്പം ജീവിക്കാൻ മോഹിച്ച അതും തെറ്റ്. എനിക്ക് ജീവിക്കണം. എന്റെ അമ്മയുടെ വിധി എനിക്ക് വേണ്ട. പെണ്ണായി ജനിച്ചതിന്റെ പേരിൽ ഇനിയും നിറയ്ക്കാൻ മനസ്സിലെനിക്ക്. കടന്നു പോയിവിടുന്ന ഇറങ്ങി പോവാൻ. എടീ, നീ ഒരു പെണ്ണല്ലേ? ഒരു പെണ്ണിനെ നിന്നെ പോലെ ആവാൻ കഴിയില്ല. ചത്തു കിടന്ന പുഴുക്കൾ പോലും തൊടാൻ ഇറക്കുന്ന വേഷമാ നീ. വേഷം. എന്തിനാ ഇവിടെ കുത്തിയിരിക്കുന്നേ? മതിയായില്ലേ? ഭ്രാന്ത ഇവക്ക്, ഭ്രാന്ത്. മോനെ, രാമപ്പൻ പോകുക. എടാ, എന്തിനാ പട്ടി? എടാ, ഇഷ്ടവും സ്നേഹവും പറഞ്ഞ് മേലാന്റെ കുടുംബത്തേക്ക് കയറി വന്ന എടാ, നീ എന്റെ ചൂണ്ടയുടെ കൂടപ്പുറപ്പ് തന്നെ അവിടെ മാറി. നീ എന്തിനാ മോളെ ഇങ്ങോട്ട് വന്ന്? ഈ നാറിയായിട്ട് ഒരു ബന്ധവും വേണ്ട നമുക്ക്. എടാ എടാ, ഞാൻ നടത്തൂടാ എന്റെ കൊച്ചിന്റെ കല്യാണം അന്തസ്സായിട്ട്.
നീ ഇനി എന്റെ കൊച്ചിന്റെ നെൽവട്ടത്തെങ്ങാനും വന്നു എന്ന് അറിഞ്ഞോ? ഒട്ടിയുടെ മോനെ നിന്നെ എനിക്കറിയണം, ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്കറിയണം. അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ വരും. മുത്തേ, എന്നെ കാണാതിരിക്കാൻ കഴിയൂടെ നിനക്ക്? എടാ ഒന്ന് പാളാങ്കുഴി തള്ളിയാലും എന്റെ മോളെ നിനക്ക് തരില്ല. ഞാൻ വന്നിരിക്കുന്നു മുത്തേ, എന്റെ ചൂടിയുടെ കൂടെ പിറപ്പാണ് പോലും. എന്താ അറിയേണ്ടത്? നിങ്ങളുടെ ചേട്ടത്തി ഒന്നും പറഞ്ഞു തന്നില്ലേ? ചോദിച്ചു നോക്ക് അവരോട്. ചോദിക്ക. ഞാൻ തുടരുതെന്നെ. അറിഞ്ഞില്ലേ ഒന്നും? ആൾക്കാരുടെ മുന്നിൽ രേഖ പഴപ്പിച്ച പെണ്ണാ ഞാൻ. ഇനി എന്നെ വിളിക്കരുത്, എന്നെ കാണാൻ വരരുത്, വരരുത്. അടക്കം കഴിയുന്നില്ല. എത്ര നാളായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. എന്താ സാറേ ഇത്? ഇത്ര നാളും കാത്തിരുന്നില്ലേ? എന്താ ഇപ്പൊ ഇങ്ങനെ? സാറാകത്തിരി, ഞാൻ വരാം. ചെല്ലുന്നേ. ഇങ്ങനൊരു സാറ്. എന്താ ഇത്? ഉറക്കും ഞാൻ. താമര, നീ താമര നിനക്ക് പാവിരിക്കുമെന്ന് കരുതിയോ? പിന്നെന്തിനാണ് ഈ പുല്ലേ നീ എനിക്ക് വാക്ക് തന്നത്? എന്തിനാ നീ എന്നെ കൊണ്ട് ആ മഹാഭാവം ചെയ്യിച്ചത്? ഇറങ്ങിപ്പോ, അടുത്ത് വന്ന വെട്ടും ഞാൻ. നീ എന്നെ ചതിക്കായിരുന്നല്ലേ? നിനക്കിപ്പോ എന്നെ കൊല്ലണമല്ലേ? നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. സാറേ, കത്തി കാണടാ. അവളാ എന്നെ കൊണ്ടാ മഹാഭാവം ചെയ്യിച്ചത്. അവസാനം എന്നെ. സാർ എവളുടെ കാര്യം ഈ പറയുന്നത്? താമര വിഷമാവള്. വിഷം പറയാൻ ധൈര്യം പോരാ. അതാ ഒരാളെങ്കിലും സത്യം അറിയണം. താമര, ഏതാണ് മയക്കുന്ന ചെന്താമരയാ നീ? നിനക്ക് ചേർന്നവനല്ല ചുണ്ട, അതെനിക്കറിയാം. ഈ അഴുക്ക് ചാലി കിടക്കേണ്ടവളല്ല നീ. നീ എന്റെ കൂടെ വാ. പൊന്നു പോലെ നോക്കാൻ ഞാൻ നിന്നെ. സത്യം, ഞാൻ പുറപ്പിക്കാൻ തന്നെ. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് തന്നെ.
കരിമ്പാറയുടെ കരുത്തുള്ള ചൂണ്ട, മതിച്ചു വരുന്ന കാട്ടുമൃഗത്തിനെ ഒറ്റയ്ക്ക് നിന്ന് കീഴ്പ്പെടുത്തുന്ന ചൂണ്ട. അയാൾ എൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയിട്ടുണ്ട്. ഞാൻ ഒഴിവാക്കി തരാവനെ. ചിരിക്കണ്ട, നീ ഒരു വാക്ക് തന്നാ മതി. ഈ ഗ്രാമോത്സവത്തിന്റെ കൊടി ഇറങ്ങുന്നതിന് മുമ്പ് ആരും അറിയാതെ തീർത്തു തരാൻ ഞാൻ അവനെ. ചെയ്ത് കാണിക്ക്. അന്ന് കബഡി കഴിഞ്ഞ ആ രാത്രി താമരയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ചൂണ്ട തനിച്ചാവുന്നതും കാത്ത് ഞാനിരുന്നു. കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. താമര പറഞ്ഞിട്ടോ നിന്നെ കൊല്ലാൻ? ഞാനാ അവനെ കൊന്നത്. എനിക്ക് കുടിക്കണം, എനിക്കിന്ന് കുടിക്കണം. കുടിച്ച് ബോധം കിടണം. നീ എന്നെ സഹായിക്കില്ലടാ. എടാ കിളി, നീ എന്നെ സഹായിക്കില്ലടാ. എടാ എടാ നിക്കടാ. നീ സച്ചിയോടെല്ലാം പറയൂല്ലേ? ചെന്ന് പറ. എന്താടാ? എന്തിനാണ് എന്നെ കൊണ്ട് ഓടിയത്? പറയാം, ഞാൻ പറയാം. നീ എവിടായിരുന്നു? നാളെ മുത്തിന്റെ കല്യാണമല്ലേ? അവള് പോട്ടെ, നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. നിനക്ക് ഞാനില്ലേ? എന്തിനാ നീ എന്റെ പാവം ചേട്ടനെ കൊല്ലിച്ചത്? എന്തിനാ നീ എന്റെ ജീവിതം തകർത്തത്? പറയടി. നിനക്ക് വേണ്ടി. കണ്ടറിഞ്ഞ നാൾ മുതൽ ചേട്ടത്തി അല്ല എനിക്ക് അമ്മ, എന്റെ അമ്മയായിരുന്നു. അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നത്. എന്തിന്? എനിക്ക് വേണ്ടതൊരു മകനെയല്ല, ഒരാണിന്റെ തുണയാണ്. അതെ, ഒരു ദിവസം ഒരു നിമിഷമെങ്കിലും നിന്നോടൊപ്പം ജീവിക്കാനുള്ള ഭ്രാന്ത്. എന്താ നിനക്ക് എന്നെ സ്നേഹിച്ചാൽ
പെണ്ണല്ലേ, ഞാൻ സുന്ദരിയല്ലേ, എന്റെ മാത്രം. അറപ്പാണ് എനിക്ക്, പുഴുത്ത പട്ടിയേക്കാൾ അറപ്പ്. ശാപമേ, എനിക്കൊരു പെണ്ണുണ്ട്. എത്ര പറിച്ചെറിഞ്ഞു കളഞ്ഞാലും എന്റെ മനസ്സിൽ അവളുണ്ട്. അവളെയും കൊണ്ട് ഞാൻ വരും നിന്റെ മുമ്പിൽ. നീ അത് കാണണം. വിടില്ല, ഞാൻ വിടില്ല നിന്നെ. എന്റെ എന്താ എല്ലാരും നോക്കിയിരിക്കണം, വന്നിരുന്നേ. ആ വാ. ആ എടാ രവി, നീ അവിടെ പോയി സഹായിക്കടാ. രാമപ്പാ, ആ നല്ല മഴക്കോളുണ്ടല്ലോ. കല്യാണ സമയത്ത് മഴ പെയ്യോ? ഓ ആ രഘുവും കൂട്ടരും പുറപ്പെട്ടിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെല്ലേ. എടാ പിള്ളേരെ, ഇവരെ കൊണ്ട് ഞാൻ എടാ പന്തലി കിടന്ന് ഓടലേടാ. ഒച്ച വയ്ക്കരുത്. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഈ കല്യാണം നടക്കരുത്. ചേരേണ്ടത് നീയും സച്ചിൻ തമ്മില. അതെ, മനസ്സുകൊണ്ട് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആണിനൊപ്പം ജീവിക്കും. ഒരു പെണ്ണിനും വിധി ഉണ്ടാവരുത്. അതനുഭവിച്ചുള്ള ഞാൻ പൊട്ടിച്ചെറിഞ്ഞത് ഞാനാ. കൂട്ടിയിണക്കാൻ വന്നത് നീ വരണം എന്റെ കൂടെ. വിശ്വസിക്കണം. സച്ചിക്കുട്ടൻ പോയിരിക്കുക രഘുവിനെ കാണാൻ. അവൻ മടങ്ങി വരുമ്പോ നീ അവിടെ വീട്ടിലുണ്ടാവണം. ഈ മല ഇറങ്ങി പോകും മുമ്പ് ഒരു ശരിയെങ്കിലും ചെയ്യണം എനിക്ക്. ആരും തടയില്ല നിന്നെ. ചെയ്ത കുട്ടി പാപങ്ങൾക്കൊക്കെ മാപ്പ് ചോദിക്കാൻ. അനിയാ, വന്ന് കണ്ട് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് എന്റെയും മുത്തിന്റെയും കല്യാണമാണ്. ഞാൻ ചോദിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. അതിന് നീ ജീവിച്ചിരുന്നാലല്ലേ. വേണ്ട, പേടിക്കണ്ട, അവനിങ്ങെത്തും. വലത് കാല് വെച്ച് കേറി വാ. കേറി വാ. ഭാഗ്യം ചെയ്ത കുട്ടിയാ നീ. ഇഷ്ടപ്പെട്ട ഒരാണിനൊപ്പം ജീവിക്കുക എന്നതിനേക്കാൾ മറ്റെന്ത് ഭാഗ്യം ഒരു പെണ്ണിനെ കിട്ടേണ്ടത് അല്ലേ? ഞാനും മോഹിച്ചിരുന്നു ചിലതൊക്കെ. പക്ഷേ എന്നേക്കാൾ കൂടുതൽ നീ സ്നേഹിച്ചിരുന്നു അവനെ. ഇല്ല, ഞാൻ സ്നേഹിച്ചതിനേക്കാൾ, ഞാൻ ആശിച്ചതിനേക്കാൾ ഒരു പെണ്ണിനും അവനെ സ്നേഹിക്കാൻ കഴിയില്ല. എന്നിട്ടും ഞാൻ തോറ്റു. എന്നും എവിടെയും എനിക്ക് മാത്രം തോൽവി. അതെന്തടി അങ്ങനെ? നിന്നെ ഞാൻ അരിയിട്ട് വാഴിക്കുമെന്ന് കരുതിയോ? എനിക്ക് ജയിക്കണം. അതിന് നീ ചാവണം. അവൻ തിരിച്ചു വരുമ്പോ നീ ഇവിടെ ഉണ്ടാവില്ല. Ah!
വിട് അവനെ വിട്ടേക്ക്.